ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റേതാണ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, എന്നിട്ട് നീയോ? ഈ ചോദ്യത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 2016 മരിച്ച 36 വയസ്സുള്ള ക്ലെയർ ക്രോക്കറ്റ് എന്ന കന്യാസ്ത്രീയെ വേട്ടയാടിയ ഒരു ചോദ്യമാണ് ഇത്. തമാശകളെ ഒരുപാട് സ്നേഹിച്ച, ഡാൻസ് കളിക്കാനും അതുപോലെ തന്നെ പാട്ട് പാടാനും ഇഷ്ടപ്പെട്ട ഒരു യുവതി, ലോകത്തിൻ്റെ ആകർഷണങ്ങളെയും ആർഭാടങ്ങളെയും ഒത്തിരിയേറെ സ്നേഹിച്ച ഒരു യുവതി, അതിനേക്കാളുപരി 300-ലേറെ ഹോളിവുഡ് സിനിമകളിൽ അഭിനയിച്ച ഒരു അഭിനേത്രി. ഒരു ദിവസം, അന്ന് ഒരു ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. അന്ന് നിശാ പാർട്ടികളിലൊക്കെ പങ്കെടുത്ത് ഒരു കയ്യിൽ ബിയറും മറ്റേ കയ്യിൽ സിഗരറ്റുമായി അവളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു പള്ളി കാണുന്നു. ആ പള്ളിയിൽ അവൾ കയറുന്നു. കുരിശാരാധനയുടെ സമയമായിരുന്നു. കുരിശാരാധനയുടെ സമയത്ത് അവൾ ക്രൂശിതൻ്റെ പാദം ചുംബിക്കുന്നു. അവൾ കേട്ട ആ ചോദ്യമായിരുന്നു ഇത്: ക്ലെയർ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, എന്നിട്ട് നീയോ? പിന്നീട് വലിയ ഒരു മാനസാന്തരമാണ് നടക്കുന്നത്. അവൾ കോൺവെൻറ്റിലേക്ക് കയറി. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഒരു തീർത്ഥാടനത്തിനായി അവൾ പുറത്തിറങ്ങിയപ്പോൾ അനേകം മാധ്യമപ്രവർത്തകർ അവരുടെ ചുറ്റും കൂടി. എന്നിട്ട് അവളോട് ചോദിക്കുന്നു: ക്ലെയർ, ഇത്രയും കാലം നീ അതിനകത്ത് എന്ത് ചെയ്യുകയായിരുന്നു? ഒരു ചെറു പുഞ്ചിരി മാത്രമാണ് അവൾ നൽകിയത്. പക്ഷേ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ അവർ ഇപ്രകാരം എഴുതി: അവൾ ഒരു ചെറു പുഞ്ചിരി മാത്രമാണ് നൽകിയത്, പക്ഷേ അവളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന, അവളുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന, അവളുടെ ജീവിതത്തിന് ഒത്തിരിയേറെ സ്നേഹം നൽകുന്ന എന്തോ ഒന്ന് അതിനകത്ത് ഉണ്ട് എന്ന്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന, നമ്മുടെ ജീവിതത്തിന് ആനന്ദം നൽകുന്ന, നമ്മുടെ ജീവിതത്തിന് കുറച്ചുകൂടി സ്നേഹം നൽകുന്ന ആ ഒന്നിൻ്റെ പേരാണ് ക്രിസ്തു എന്ന്. തപസ്സുകാലം 1-ാം ഞായറാണ്. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. ഈശോ പരീക്ഷിക്കപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും 4-ാം അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട് ഈശോ പരീക്ഷിക്കപ്പെടുന്ന ആ രംഗം. ഈശോയ്ക്ക് ഉണ്ടായ ആദ്യത്തെ പരീക്ഷണം കല്ലുകളെ അപ്പമാക്കാനായിരുന്നു. കല്ലുകളെ അപ്പമാക്കുക. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ഈശോയ്ക്ക് തൻ്റെ അടിസ്ഥാന ആവശ്യമായ അപ്പം കാണിച്ചുകൊണ്ടാണ് സാത്താൻ പ്രലോഭനം നടത്തുന്നത്. പക്ഷേ ഈശോ അവനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നു. രണ്ടാമത്തേത് ദൈവത്തെ മറന്ന് സാത്താനെ ആരാധിക്കാനുള്ള പ്രലോഭനം. സ്നേഹം നിറഞ്ഞവരെ, ആർഭാടങ്ങളും അതുപോലെ തന്നെ ആഡംബരങ്ങളെയും കാണിച്ചുകൊണ്ട് അതിനേക്കാളുപരി അധികാരത്തെ കാണിച്ചുകൊണ്ട് ഈശോയെ പ്രലോഭിപ്പിക്കുന്ന സാത്താൻ. മൂന്നാമത്തേത് ദേവാലയത്തിൽ നിന്ന് എടുത്ത് ചാടുവാനുള്ള ഒരു ആഹ്വാനമായിരുന്നു സാത്താൻ്റേത്. അതായത് വിശ്വാസത്തെ പ്രതി, ദൈവം സംരക്ഷിക്കും എന്ന ആ ഒരു വിശ്വാസത്തെ വച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുവാനുള്ള ഒരു ക്ഷണമായിരുന്നു. സാത്താൻ ഇവിടെ സങ്കീർത്തനങ്ങൾ വരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോയെ പ്രലോഭിപ്പിക്കുന്നത്. പക്ഷേ ഈശോ അവിടെയൊന്നും വഴങ്ങുന്നില്ല. ഈശോ പ്രലോഭകനെ ആട്ടിപ്പായിക്കുന്നു. പിന്നീട് സുവിശേഷകൻ മനോഹരമായ ഒരു വാക്യം പറയുന്നുണ്ട്. പിന്നീട് കാണുന്നത് ഈശോയെ മാലാഖമാർ ശുശ്രൂഷിച്ചു എന്ന വാക്കാണ്. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും വേണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. 20-ാം അധ്യായം 30-ാമത്തെ വാക്യം: കനത്ത അടി അത് മനസ്സിൻ്റെ ഉള്ളറ ശുദ്ധിയാക്കുന്നുവെന്ന്. കനത്ത അടി അത് മനസ്സിൻ്റെ ഉള്ളറ ശുദ്ധിയാക്കുന്നുവെന്ന്. അടി കിട്ടാത്തവന് എവിടെയാണ് അടിവേരുകൾ ഉണ്ടാകുന്നത്? പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമാകുന്ന അടികൾ വേണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 2847 അതിൽ ഒറിജിൻ്റെ വാക്കുകളാണ്. ഒറിജിൻ ഇപ്രകാരം പറയുന്നുണ്ട്: പ്രലോഭനങ്ങൾ അത് പ്രയോജനങ്ങളാണ്. അത് സ്വയം അറിയാനുള്ള അവബോധം നമ്മിൽ സൃഷ്ടിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായവും 4-ാം അധ്യായവുമെല്ലാം പ്രലോഭനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്ന് അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. പരീക്ഷണങ്ങളെ ക്ഷമയോടെ സഹിക്കുന്നവന് ജീവൻ്റെ കിരീടം ദൈവം മാറ്റിവച്ചിരിക്കുന്നുവെന്ന്. നാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ചു തന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. അതിൽ 7 യാചനകളുണ്ട്. അതിൽ 6-ാമത്തെ യാചനകൾ പോലും പ്രലോഭനങ്ങളെ ഞങ്ങളിൽ അതിജീവിക്കാനുള്ള പ്രാർത്ഥനയാണ്. അത് യാചനയാണ്. ഒരുപക്ഷെ പ്രലോഭനങ്ങളിൽ നാം വീണുപോയേക്കാം. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും വീണ്ടും പറയാനാകണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാം വാക്യം: ഇച്ഛിക്കുന്ന നന്മയല്ല
ആഗ്രഹിക്കുന്ന നന്മയല്ല കർത്താവെ, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ആഗ്രഹിക്കാത്ത തിന്മയാണ് നാം ചെയ്തു പോകുന്നത്. പക്ഷേ അനുതാപത്തോടെ, പ്രായശ്ചിത്തത്തോടെ, പശ്ചാത്താപത്തോടെ നമുക്ക് വിശുദ്ധ കുമ്പസാരവും അതുപോലെ തന്നെ കൂദാശകളുമൊക്കെ നടത്തി ഈശോയ്ക്ക് കൂടുതലായി അടുക്കാം. ഗ്രാമത്തിൽ ഒരു മെഴുകുതിരി കച്ചവടക്കാരനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരും മെഴുകുതിരി മേടിക്കും. കാരണം ആ വഴിയിൽ വെളിച്ചം ഇല്ല. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും മെഴുകുതിരി കച്ചവടം കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ആ മെഴുകുതിരി കച്ചവടക്കാരൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ മെഴുകുതിരി മേടിക്കാൻ വരാത്തത്? കാരണം ആ വഴി മുഴുവൻ ഇരുട്ടല്ലേ? പക്ഷേ ആളുകൾ പറയുന്നുണ്ട്, സഹോദര, ഞങ്ങൾ ആ ഇരുട്ടത്ത് കൂടി നടന്ന് വഴി ഞങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുട്ടല്ലാതായി. സ്നേഹം നിറഞ്ഞവരെ, പരീക്ഷണങ്ങളിലൂടെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാതെ പാപത്തിലൂടെ നടന്നാൽ നമുക്കും ഇരുട്ടുകളെല്ലാം ഇരുട്ടല്ലാതാകും. എൻ്റെ തഴക്കദോഷങ്ങൾ അത് മാറുകയില്ല എന്നുള്ള ചിന്ത, അത് എൻ്റെ പ്രലോഭനമാണ്. പെട്ടെന്ന് പെട്ടുപോകുന്ന എൻ്റെ ചില സന്തോഷങ്ങൾ, അത് പ്രലോഭനമാണ്. അല്പനേരത്തേക്ക് എനിക്ക് നൽകുന്ന സുഖവും സന്തോഷവും, അത് പ്രലോഭനമാണ്. എൻ്റെ ചില കോംപ്രമൈസുകൾ, അത് പ്രലോഭനമാണ്. അതുപോലെ തന്നെ ഞാൻ ചേർത്ത് വയ്ക്കുന്ന ചില സ്വകാര്യ സന്തോഷങ്ങളും ഞാൻ ചേർത്ത് വയ്ക്കുന്ന ചില സ്വകാര്യ ബന്ധങ്ങളും, അതും എനിക്ക് പ്രലോഭനമാണ്. സ്നേഹം നിറഞ്ഞവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും, അതായത് സമാന്തര സുവിശേഷങ്ങളിൽ എല്ലാം ഈശോ പരീക്ഷിക്കപ്പെടുന്നത് നാം കാണുന്നുണ്ട്. പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു മനോഹരമായ രംഗമുണ്ട്. അത് മറ്റൊന്നുമല്ല, അവൻ വന്യജീവികളുടെ കൂടെയായിരുന്നു എന്ന്. ഈ വന്യജീവികളെ, അതായത് ഗ്രീക്കിൽ വന്യജീവികളെ ഉദ്ദേശിച്ച് എഴുതേണ്ടത് വാക്ക് യഥാർത്ഥത്തിൽ സോൺ എന്നാണ്. പക്ഷേ മർക്കോസ് എഴുതിയിരിക്കുന്നത് തെരിയോൺ എന്ന വാക്കാണ്. ഇത് നാം പിന്നീട് കാണുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. ഈ തെരിയോൺ എന്ന വാക്ക്, അതായത് ഈ തെരിയോൺ എന്ന ആ വന്യമൃഗം, അതിനെ ഉദ്ദേശിക്കുന്നത് സുവിശേഷകൻ ക്രൈസ്തവ സഭയെ വേട്ടയാടുന്ന അവിടെയുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെ ആയിരുന്നു. നമ്മുടെ വിശ്വാസത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷത്തെ, നാം അനുഭവിക്കുന്ന ആനന്ദത്തെ വേട്ടയാടാനും അതുപോലെ തന്നെ പ്രലോഭിപ്പിക്കാനും അനേകം കാരണങ്ങൾ പുറത്തുനിന്ന് ഉണ്ടാകാം. സാമൂഹികമായും രാഷ്ട്രീയമായും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ചില വസ്തുക്കളും ബന്ധങ്ങളും എല്ലാം. ആ വന്യജീവികളെ വേട്ടയാടി തോൽപ്പിക്കാൻ അതിന് നമുക്ക് തന്നെ ഒരു ആവേശമുണ്ടാകണം. സ്നേഹം നിറഞ്ഞവരെ, നോമ്പ് ഒരു നോവല്ല, നോമ്പ് ഒരു നൊമ്പരമല്ല. ലെൻറ്റ് എന്ന വാക്ക് ഉണ്ടായത്, ലെൻറ്റ് സീസൺ എന്ന വാക്കുണ്ടായത് ഇംഗ്ലീഷിലെ ലാങ്ടൺ സീസൺ എന്ന വാക്കിൽ നിന്നാണ്. അതിനർത്ഥം വസന്തകാലമെന്നാണ്. പ്രായശ്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും ഒരു വസന്തകാലം നമുക്ക് സൃഷ്ടിക്കാം. നമുക്കും ഒരു പൂക്കളായി മാറാം. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പൂക്കളാകാം, ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പൂക്കളാകാം. അതുപോലെ തന്നെ ഞാനെന്ന് പറയുന്ന ഒരു പൂവായി നമുക്കും മാറാം. ഒന്നാം വായനയിൽ പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഇതെല്ലാം നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണെന്ന്. ഈ ഒരു ചിന്ത നമ്മളോട് കൂടെ ഉണ്ടാകട്ടെ. ഈ നോമ്പുകാലം എല്ലാം നമ്മെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാകട്ടെ. ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖകളാകാം, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ തീർത്ത ഭവനങ്ങളാകാം, ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാകാം, ക്രിസ്തുവാകുന്ന ഇടയൻ്റെ ആടുകളാകാം, ക്രിസ്തുവാകുന്ന മണവാളൻ്റെ മണവാട്ടികളാകാം. ഈശോ നമ്മെയും ക്ഷണിക്കുന്നു ഒരു മരുഭൂമി അനുഭവത്തിലേക്ക്.